everyone. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ആണ് ഈ കീമിന് എങ്ങനെ അപ്ലൈ ചെയ്യുന്ന. അപ്പോൾ വെറും 5 സ്റ്റെപ്പിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കീമിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ കാര്യങ്ങൾ മുഴുവൻ മിസ് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറേ പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. മിസ്സേ എനിക്ക് നീറ്റാണ് എഴുതേണ്ടത്, എനിക്ക് ഡോക്ടറാണ് ആവേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ആർക്കിടെക്റ്റ് ആണ് ആവേണ്ടത്. അപ്പം ഞങ്ങൾ ഈ കീമിന് അപ്ലൈ ചെയ്യണോ? അപ്പം നിങ്ങളും കീമിന് അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമാണ് കേരളത്തിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വരുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ കേരളത്തിലെ മെഡിക്കൽ കോളേജസിൽ പഠിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കീമിന് അപ്ലൈ ചെയ്തിടണം. പക്ഷെ നിങ്ങൾ എഴുതേണ്ട എൻട്രൻസ് എക്സാം നീറ്റ് എഴുതുന്നവരാണല്ലേ, മെഡിസിന് പോകുന്നവരാണെങ്കിൽ നീറ്റ് എഴുതണം, ആർക്കിടെക്ചർ നോക്കുന്നവരാണെങ്കിൽ നാറ്റ് എഴുതണം. ഓക്കെ, അപ്പോൾ ഈ കീം എന്ന് പറയുമ്പോൾ എന്താണ്? എഞ്ചിനീയറിംഗ് മാത്രമല്ല, കുറേ കാര്യങ്ങൾക്ക് എന്താണ്, നമുക്ക് ഫാർമസി കോഴ്സസ് ആയിക്കോട്ടെ, BDS, അങ്ങനെ കുറേ പാരാമെഡിക്കൽ കോഴ്സസിനൊക്കെ നമുക്ക് എന്താണ് കീമിന് അപ്ലൈ ചെയ്ത് അതിനൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മിസ് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കീമിന് അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ കീമിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഇന്ന്, അതായത് April 6 ഉച്ചയ്ക്ക് 2 മണിക്കാണ് പോർട്ടലിൽ ഫോം വരിക. ഓക്കെ, ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നിങ്ങൾ പോവുക, നമ്മുടെ ഗൂഗിൾ എടുക്കുക, എന്നിട്ട് എന്താ സെർച്ച് ചെയ്യേണ്ടത്? www.cee.kerala.gov.in എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ഇതാ ഇവിടെ നമ്മളുടെ ഈ സൈറ്റിലെത്തിക്കഴിഞ്ഞാൽ ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാം KEAM 2022 എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ അതിൽ ടാപ്പ് ചെയ്യുക. ഓക്കെ, അതിൽ പോയിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും? ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് നിങ്ങൾ വരും. അവിടെ നമുക്ക് എങ്ങനെയാണ് കീമിന് അപ്ലൈ ചെയ്യേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അവിടെ നിന്ന് ഈ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതൊരു 266 പേജസിൻ്റെ ഒരു പ്രോസ്പെക്ടസ് ആണ്. അപ്പം നിങ്ങൾക്ക് അത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. അതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് മിസ് ഈ വീഡിയോയിൽ പറയണത്. അപ്പം അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ എന്താണ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ തുടങ്ങുന്നത് ഇന്നാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുതലാണ് തുടങ്ങുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേറ്റ് എന്താണ്? നമ്മളുടെ April 30 വൈകുന്നേരം 5 മണി വരെ ലാസ്റ്റ് ഡേറ്റ്. നമുക്ക് എന്താ ഓൺലൈൻ അപ്ലൈ ചെയ്യാനും ഫീസ് പേയ്മെൻറ്റിനും ഒക്കെയുള്ള ഡേറ്റ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് എന്താണ്, നമുക്ക് എന്നിട്ടും കുറച്ചും കൂടി എന്താണ്, നമുക്ക് സർട്ടിഫിക്കറ്റ്സ്, കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനില്ലേ. അതുകൊണ്ട് എന്താണ്, നമുക്ക് 10/5/2022 വരെ ഡേറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 10/6/2022 ആണ്. നമ്മളുടെ എക്സാമിൻ്റെ ഡേറ്റും കൊടുത്തിട്ടുണ്ട് അല്ലേ. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൻ്റെ പേപ്പർ 1 എന്തൊക്കെയാണ്? കെമിസ്ട്രിയും ഫിസിക്സും ആണ്. അതിൻ്റെ ഡേറ്റ് എത്രയാണ് വരുന്നത്? 26/6 എന്താണ് 2022 ആണ്. മോർണിംഗ് സെഷനിലാണ്, ഉച്ച കഴിഞ്ഞുള്ള സെഷനിലാണ് പേപ്പർ 2 ആയിട്ടുള്ള മാത്സ് വരുന്നത്. അപ്പോൾ അങ്ങനെ എന്താണ്, ജസ്റ്റ് ഒരു മെയിൻ ആയിട്ടുള്ള ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 266 പേജ് ഒന്നും കണ്ടിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ അതിൻ്റെ കണ്ടന്റ് പേജിൽ പോയിട്ട് വായിച്ചാൽ മതി. കണ്ടന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, കണ്ടന്റിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആ കണ്ടന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഹൗ ടു അപ്ലൈ ഫോർ ദ എൻട്രൻസ് എക്സാമിനേഷൻ. എങ്ങനെയാണ് നമുക്ക് എൻട്രൻസ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ പറ്റുക? കണ്ടോ, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ സബ്മിഷൻ, ആപ്ലിക്കേഷൻ്റെ, അങ്ങനെ എക്സാമിനേഷൻ്റെ കാര്യം, സ്ട്രക്ചർ, ഫീസിൻ്റെ കാര്യം, അതേപോലെ റിസർവേഷൻ്റെ കാര്യം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, അങ്ങനത്തെ കാര്യമൊക്കെ അനക്ഷറിൽ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതുകൊണ്ടാണ് ഇതിനൊരു 266 പേജസ് ആയിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിരിക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്, ഹൗ ടു അപ്ലൈ ഫോർ ദ എൻട്രൻസ് എക്സാമിനേഷൻ എടുക്കാം. അപ്പോൾ വെറും 5 സ്റ്റെപ്സേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കുക, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഒരു പാസ്വേഡൊക്കെ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഈ പാസ്വേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെയും സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാസ്വേഡാണ്. അപ്പോൾ അത് മറന്നു പോകാതെ സൂക്ഷിക്കുക, വേറെ ആർക്ക് ഷെയർ ചെയ്യാതിരിക്കുക, എവിടെയെങ്കിലും എഴുതി വെക്കുക. അങ്ങനെ മറന്നു പോകാതെ സൂക്ഷിക്കുന്ന ഒരു നല്ല പാസ്വേഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്താണ് ഫസ്റ്റ് തന്നെ രജിസ്റ്റർ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആപ്ലിക്കേഷൻസും നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. കാരണം എന്താണ്, ലാസ്റ്റ് ഇവരൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കുക, നോ മോഡിഫിക്കേഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ വിൽ ബി പോസിബിൾ ആഫ്റ്റർ ക്ലിക്കിംഗ് ദ സേവ് ആൻഡ് ഫൈനലൈസ്. അപ്പോൾ സേവ് ആൻഡ് ഫൈനലൈസ് ഞെക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം,
കൊടുത്ത കാര്യങ്ങളൊക്കെ കൃത്യമാണോ, എല്ലാം ക്ലിയർ ആയിട്ടാണോ, മിസ്റ്റേക്സ് ഒന്നും ഇല്ലല്ലോ എന്ന് ഒരു 3 times ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്താണ് സേവ് ആൻഡ് ഫൈനലൈസ് കൊടുക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീസ് ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീയുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. എഞ്ചിനീയറിംഗ് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ എന്താണ് ബിഫാമോ അല്ലെങ്കിൽ രണ്ടിനും കൂടിയോ ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ 700, SC ആണെങ്കിൽ എന്താണ് 3000, ST ആണെങ്കിൽ ഫീസ് ഇല്ല. അപ്പം ഈ ഒരു കാറ്റഗറി അനുസരിച്ച് കേട്ടോ ഫീസിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീസൊക്കെ അടയ്ക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ ഫീയും അടച്ചു. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് നമ്മുടെ 4th സ്റ്റെപ്പ്. ഓക്കെ, 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇമേജസും സർട്ടിഫിക്കറ്റ്സും ഒക്കെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫോട്ടോ, അതേപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ, അതിനുശേഷം ഡോക്യുമെൻറ്റ്സ്, എല്ലാ കാര്യങ്ങളും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് വേണം എന്ന് മിസ് പറയാം. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പം എന്താണ് നമ്മളുടെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചറും ഒക്കെ എന്താണ് JPG ഫോമാറ്റിലായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ സൈറ്റിൽ എന്താണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അങ്ങ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ട സർട്ടിഫിക്കറ്റ്സ് ആദ്യം എന്താണ്, നമുക്ക് നേറ്റിവിറ്റി കാണിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനുള്ളൊരു സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിന് മെയിനായിട്ട് എന്താണ് നമ്മളുടെ SLC സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ കാസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്പെഷ്യലായിട്ട് കാസ്റ്റിന് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ എന്താണ് ഡേറ്റ് പ്രൂവ് ചെയ്യുന്ന നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്. അതേപോലെ തന്നെ എന്താണ് പിന്നെ അവരിങ്ങനെ കുറച്ച് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. സാൻസ്ക്രിറ്റ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തേക്കുന്ന സ്റ്റുഡൻസ് ഇത് പ്രൊവൈഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ VHSC ഫൈനൽ ഇയർ പഠിക്കുന്നവർ പ്രൊവൈഡ് ചെയ്യേണ്ട കുറച്ച് സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് 7.6 ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് അതിനനുസരിച്ചാണ് സർട്ടിഫിക്കറ്റ് കേട്ടോ. അപ്പം മിസ് പറയണ പോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചിട്ടാണ് നിങ്ങൾ എന്താണ് സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോൺ ക്രീമി ലെയറിൽ വരികയാണെങ്കിൽ നിങ്ങൾ എന്താണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കണം. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻ ഉള്ള കാറ്റഗറിയിലെ ആൾക്കാരാണെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റിൻ്റെ പാർട്ട് എങ്ങനെയാണ്, നമ്മളുടെ പേഴ്സണൽ ആയിട്ടാണ്. നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണെന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, കോമൺ ആയിട്ട് മിസ്സിന് അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ക്ലോസ് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് വായിച്ചിട്ട് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ്, നിങ്ങൾ നോൺ ക്രീമി ആണോ അല്ലേ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്താണ് നമ്മളുടെ ഫൈനൽ സ്റ്റെപ്പാണ്, നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ ആപ്ലിക്കേഷൻ അക്നോളജ്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്താണ് ഇതിൻ്റെ ഫേർദർ ആയിട്ട് ഇതിന് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അടുത്തുള്ള അക്ഷയ സെൻറ്റേഴ്സിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂൾസിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെയൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്കും അപ്ലൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഈ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങൾക്കൊക്കെ എന്താണ് നിങ്ങൾക്ക് അക്ഷയ സെൻറ്റേഴ്സിനെയും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫർദർ ആയിട്ട് ഇനി എങ്ങനെയാണ് കീമിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ കീമിൻ്റെ ക്ലാസ്സും എല്ലാ കാര്യങ്ങളും വരും. ഇതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സും ഒക്കെ വരും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള കുഞ്ഞു ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഓൾ ആക്കി വെക്കുക. എല്ലാ വീഡിയോസും മിസ്സാവാണ്ട് കിട്ടും.